ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ ദൃശ്യങ്ങളാണ്. പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭാര്യയെ തീ കൊളുത്തിയ ശേഷം നേരെ പോയി സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ഭർത്താവ് പത്മരാജന്റെ ദൃശ്യങ്ങളാണ്, പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞ് കൊലപാതകം തീ കൊളുത്തി കൊല ചെയ്യുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്, കൂടെ ജോലി ചെയ്യുന്ന ആൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. കൊല്ലത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. കൊട്ടിയം സ്വദേശി അനിലയാണ് കൊല്ലപ്പെട്ടത്. അനിലയുടെ ഭർത്താവ് പത്മരാജനാണ് കൊലപാതകം നടത്തിയത്. ആ കൊലക്കേസിലെ പ്രതിയാണ്. പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ശേഷം ഇപ്പോൾ സ്റ്റേഷനിലിരിക്കുന്ന പോലീസുകാർ സംസാരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകത്തിന്റെ കാരണം, ചെയ്ത കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി പ്രതിയിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായിട്ട് എന്താണ് കൊലയ്ക്ക് കാരണം, അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കൊല ചെയ്തത് എന്നൊക്കെയുള്ളതിന്റെ ഔദ്യോഗികമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോലീസ് കടക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യം, പ്രതിയുടെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പോലീസിന്റെ നടപടികൾ ആരംഭിച്ചോ? തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും ആ പ്രതിയുടെ, അതായത് പത്മരാജിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. അയാൾ ഈ സംഭവത്തിന് ശേഷം ആശുപത്രിയിലേക്ക്, നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ആ തീ പിടിക്കുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ ഇയാൾ ഒരുപക്ഷെ ഉടുപ്പ് ഉപേക്ഷിച്ചിട്ട് ഇവിടേക്ക് വന്നതായിരിക്കാമെന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. ആ ദൃശ്യങ്ങളാണ്, അതായത് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് അയാൾ ഉടുപ്പ് ധരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. പക്ഷേ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടേക്ക് CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ അവിടെ ഇല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. ഒപ്പം തന്നെ നേരത്തെ തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പൊള്ളലേറ്റ ആളിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം, അയാൾക്ക് പൊള്ളലേറ്റിരിക്കുന്നത് ഗുരുതരമായ ഭാഗങ്ങളിൽ തന്നെ, അതായത് ആ ഷർട്ടിന് ഉൾപ്പെടെ തീ പിടിച്ചിട്ട് നെഞ്ചുൾപ്പെടെയുള്ള ഭാഗത്തേക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് എന്നുള്ളതാണ് ഈ ആശുപത്രിയിൽ നിന്നും ഏറ്റവും പുതുതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കുറച്ച് വിവരങ്ങൾ കൂടെ ലഭിച്ചിട്ടുള്ളത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ തന്നെ, കാര്യം ഈ ബേക്കറി തുടങ്ങുന്ന സമയത്ത് തന്നെ പത്മരാജനുമായി ഇവർക്ക് തർക്കം ഉണ്ടായതായി പറയുന്നുണ്ട്. കാര്യം ഇത്തരത്തിൽ ഈ പറയുന്ന വ്യക്തിയുമായി ചേർന്നുകൊണ്ട് ബേക്കറി തുടങ്ങുന്നതിനോട് താല്പര്യമില്ല. ജോലിയാണ് ചെയ്യുന്നത്. അയാളുടെ തൊഴിൽ മറ്റക്കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയില്ല. ഇയാളുടെ ഒരു രണ്ടാം വിവാഹമായിരുന്നു. ഇവർ തമ്മിൽ പ്രായത്തിന്റെ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പോലീസോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം അനിലയ്ക്ക് ഉള്ളത് 45ഓളം വയസ്സും ഇദ്ദേഹത്തിന് ഒരു 55നും 60നും ഇടയ്ക്ക് വയസ്സിന് പ്രായമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാളുമായി ചേർന്ന് ബേക്കറി തുടങ്ങുന്ന സമയത്ത് തന്നെ, കാര്യം അവർ തമ്മിൽ പാർട്ണർഷിപ്പിൽ ഒരു ബേക്കറി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് വലിയ രീതിയിൽ എതിർത്തിരുന്നു. പക്ഷെ ആ എതിർപ്പ് വക വച്ചിരുന്നില്ല. ഇടയ്ക്ക് ഇത്തരത്തിൽ, അതായത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, കുറച്ചു നാളായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തർക്കം ഇവർ തമ്മിൽ ഉണ്ടായെന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പോലീസിൽ നിന്നും ഒപ്പം തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ഇയാൾ പോലീസിനോടും പറഞ്ഞിരിക്കുന്നത്. ആ തർക്കങ്ങൾക്ക് ഒടുവിലാണ് കരുതിക്കൂട്ടി ഇയാൾ ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ഏറ്റവും പുതുതായി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ശരി ലിജോ, പ്രതി പത്മരാജന്റെ ദൃശ്യങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം, ഈ തീ കൊളുത്തി കൊല ചെയ്തതിന് ശേഷം നേരെ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു. പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. നടപടികളിലേക്ക് അല്പസമയത്തിനകം തന്നെ പോലീസ് കടക്കും. ചോദ്യം ചെയ്യൽ ഇന്ന് ആരംഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നാളെ ആയിരിക്കും ഒരുപക്ഷെ മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടക്കാൻ സാധ്യത. എന്തായാലും സംശയം ആരോപിച്ച് മുൻവൈരാഗ്യത്തോടെ നേരത്തെ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകമാണ്. അതിനുശേഷമാണ് പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്.